വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇടുക്കി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകൻ മുളങ്ങാശ്ശേരിയിൽ സാബു ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ആരോപണ വിധേയരായ ബാങ്ക് ജീവനക്കാർ, സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, സാബുവിന്റെ ബന്ധുക്കൾ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. തെളിവുകൾ ലഭിച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്തും. സാബുവിന്റെ മൊബൈൽ ഫോണും വിശദ പരിശോധനയ്ക്ക് അയക്കുന്നതും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ട്. ഇടുക്കി കട്ടപ്പനയിലെ ബാങ്ക് നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം സെക്രട്ടറി VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് കുടുംബം. പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ബ്രാഞ്ചിന് കേസ് കൊടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസം റെസ്റ്റ് വേണം. റെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ അത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. VR സജിക്കെതിരെ തന്നെയല്ല, അവിടെയുള്ള അന്ന് സംഭവിച്ചത് 3 പേര് വേറെയുണ്ട്. അവർ 3 കൂടെ ആദ്യമേ തന്നെ രാവിലെ 10 മണി തൊട്ട് ആൾ മെൻ്റലി സ്ട്രോക്കായിരുന്നു. ബാങ്ക് ജീവനക്കാര് ഒരു തരത്തിലും അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല, അവർ വളരെ സൗമ്യരായിട്ടുള്ള ആളുകളാണെന്നാണ് ബാങ്കിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. ഭയങ്കര സൗമ്യരാണ്. ഞങ്ങൾ 1.5 വർഷം കൊണ്ട് അനുഭവിച്ച സൗമ്യതയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, സാബുവിന്റെ ആത്മഹത്യയാണോ എന്ന് സംശയമുണ്ട്. ഇതിലൂടെ പോലീസ് അന്വേഷിക്കണം. സാബുവിന്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു. മാല കിട്ടി. മാല സാബു പെട്ടിക്കകത്ത് തേച്ച തുണിയുടെ കൂടെ ഉണ്ടായിരുന്നു.